ഹായ് ഹലോ. നമുക്കിനി പഴംപൊരി ഉണ്ടാക്കിയാലോ? പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. എന്നാലും വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതേ കപ്പിൽ 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും മതി. നമുക്ക് ഇത്രയും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നോർമൽ വാട്ടറാട്ടോ ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരുപാട് തിക്കും ഒരുപാട് ലൂസും ആവാത്ത ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ലൂസായാലും തിക്കായാലും പേടിക്കുകയും വേണ്ട. തിക്കായാൽ ഇത്തിരി വെള്ളം ചേർക്കുക, ലൂസായ പൊടി ചേർക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാരയോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല. ഈസ്റ്റും ചേർക്കുന്നില്ല കേട്ടോ. ഈസ്റ്റ് ചേർക്കാത്തത് കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പഴം സ്ലൈസ് ചെയ്യാം. പഴത്തിൻ്റെ കളർ കണ്ട് ആരും പേടിക്കണ്ട. കറുത്തിരിക്കുന്ന ഇവനുണ്ടല്ലോ, ഇവനല്ല ശരിക്കുള്ള ഇവൻ. ഇതേ വെളുത്ത് തൊടുത്തിരിക്കുന്ന ഇവനാണ് ഇവൻ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് ചെറിയ പഴമായതുകൊണ്ട് ഞാൻ നടുക്ക് കട്ട് ചെയ്യുന്നില്ല, സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഞാനിപ്പം 3 സ്ലൈസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ഈ ബാറ്ററിലേക്ക് ഇട്ട് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതാണ്, നല്ലതുപോലെ ചൂടായതിനു ശേഷമാണ് നമ്മൾ ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കാനും പിന്നെ പഴംപൊരി എണ്ണ കുടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇടാം. എണ്ണ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തും വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ തവിടെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട്, അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിലിനേക്കാളും കുറച്ചുകൂടി നല്ലത് തവിടെണ്ണയാണ്. ഇത് ഒന്ന് തിരിച്ചിടേണ്ട ആവശ്യമുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യമൊന്നും മറിക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗമായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് കോരിയെടുക്കാം. ഞാനിപ്പോൾ ചായക്കൊരിത്തിരി വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഴമൊക്കെ തീർന്നു, ബാറ്റർ ഇത്രയും ബാക്കി വരുമ്പോൾ 1 സ്പൂൺ പഞ്ചസാര അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതൊരു അപ്പം ചുടാൻ വേണ്ടിയിട്ടാണ്. പഴമില്ലാതെ ഇത് മാത്രം ഒഴിച്ച് നമുക്ക് ഒരപ്പം ചുടാൻ പറ്റും. അത് വേണമെന്നും പറഞ്ഞ് ആദ്യം വന്നതാണ്. ആദ്യം സ്കൂൾ വിട്ട് വരുമ്പോൾ കാണുന്നത് ഞാൻ പഴം പൊരിക്കുന്നതാണ്. പഴം പൊരിക്കുകയാണെങ്കിൽ എനിക്ക് അപ്പം വേണമെന്ന് പറഞ്ഞ് വന്നതാണ്. അവൻ വന്നപ്പോൾ ചായക്ക് പൊടി അവൻ ഇട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചായപ്പൊടി അവനാണ് ഇട്ടത്. ഭയങ്കര സന്തോഷമായി അയാൾക്ക്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ആ അപ്പം കോരിയെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ അപ്പം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതധികം ഞാൻ കൊടുക്കാറില്ല, എന്നാലും ബാക്കി വരുമ്പോൾ ഇങ്ങനെ 1-2 ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇന്നിപ്പോൾ 3 അപ്പത്തിനുള്ള മാവ് കിട്ടി നമുക്ക്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം. നമ്മുടെ പഴംപൊരി കട്ടൻ ചായയും അപ്പോഴേക്കും റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂലേ? ആദ്യം എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.